രാമപുരത്തെ അരുങ്കൊലയുമായി ബന്ധപ്പെട്ട ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ മാതാവ് നേരത്തെ മറ്റൊരാളെ വിവാഹം ചെയ്തു എന്നത് കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണമുണ്ട്. മാത്രവുമല്ല, ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസൻ നടത്തിയ വെളിപ്പെടുത്തൽ കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം തുടരുകയാണ്. ദേവസ്വം ബോർഡ് ജീവനക്കാരന് ആണ് വിവാഹം ചെയ്തത് എന്നും വിവാഹമോചിതയാകാതെയാണ് 2ാം വിവാഹത്തിലേക്ക് എത്തിയത് എന്നും ശ്രീതു പറഞ്ഞു എന്നുള്ളതാണ് ദേവിദാസന്റെ മൊഴി. കുട്ടിയെ കൊലപ്പെടുത്തി എന്ന് കുറ്റസമ്മതം നടത്തിയ പ്രതിയും അമ്മാവനും ആയ ഹരിക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യും. വി വിനോദ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകങ്ങളിൽ ഒന്ന് എന്ന് പറയാം. സ്വന്തം അമ്മാവൻ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിയുന്നു ജീവനോടെ. അതെന്തിന് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. ഉത്തരം കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ചില എതിർപ്പുകളും വിമർശനങ്ങളുമൊക്കെ ഉയരുന്നുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്? അഭിലാഷ, നമ്മളിപ്പോൾ ഉള്ളത് ഈ കൊലപാതകം നടന്ന വീടിന് മുന്നിലാണ്. ഈ പുറകിൽ കാണുന്ന വീട് ഇതിനോട് ചേർന്ന കിണറ്റിലായിരുന്നു 2.5 വയസ്സുകാരിയെ എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ഇപ്പോൾ ഒരു പ്രതി മാത്രമാണുള്ളത്. കുട്ടിയുടെ അമ്മാവനായ ഹരികുമാർ മാത്രമാണ് പ്രതിയായുള്ളത്. പക്ഷേ ഈ കേസ് മുന്നോട്ട് പോകുമ്പോഴും ചില വഴിത്തിരിവുകൾ ഉണ്ടാകുന്നുണ്ട്, ചില വെളിപ്പെടുത്തലുകൾ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, ആ നിലയ്ക്ക് കൂടി കാര്യങ്ങൾ മാറുന്നുണ്ട്. അതിൽ പ്രധാനം ശംഖുമുഖം ദേവിദാസൻ എന്ന ജോത്സ്യൻ നൽകിയിട്ടുള്ളൊരു മൊഴി തന്നെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുമ്പോഴും ഇതേ കാര്യം പറഞ്ഞിരുന്നു. അതായത് 6 മാസം മുൻപാണ് കുട്ടിയുടെ അമ്മ ശ്രീതുവിനെ ഏറ്റവും ഒടുവിലായി ഈ ജോത്സ്യൻ കാണുന്നത്. അത് കരിക്കകത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. ആ സമയം ശ്രീതു പറയുന്നത് താൻ മറ്റൊരു വിവാഹം കഴിച്ചു. ദേവസ്വം ബോർഡിലാണ് ശ്രീതുവിന് ജോലിയുള്ളത്. അവിടെ തന്നെയുള്ള ഒരാളെ താൻ വിവാഹം കഴിച്ചു, മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ് എന്ന കാര്യം 6 മാസം മുൻപ് തന്നെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ. ഇത് ഈ ജീവനക്കാരൻ ആരാണ്? അത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം. കുഞ്ഞിനെ ഒഴിവാക്കുന്നതിന് ഈ വിവാഹമോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളോ കാരണമായിട്ടുണ്ടോ എന്നത് തന്നെയാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ചില വിവരങ്ങൾ ഇന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. SPO അല്ലെങ്കിൽ DUSP, SP സുദർശനോ അല്ലെങ്കിൽ DUSP ഷാജിയോ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ചില നിർണായക കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘം എത്തി എന്നത് ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി അമ്മയെയും ജോത്സ്യനെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. ഹരിയെ കസ്റ്റഡിയിൽ കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ആ പ്രതിയെ കിട്ടുന്നതിന് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ. പക്ഷേ ഡോക്ടർമാരുടെ സഹായം കൂടി വേണം. മാനസിക പ്രശ്നമുള്ള ആളാണ് ഹരി എന്തിനിത് ചെയ്തു? ഹരിയെ കൊണ്ട് ഇത് ആരെങ്കിലും ചെയ്യിച്ചതാണോ? ബോധപൂർവം ഈ കുറ്റം ഹരിയിൽ വന്ന് വീഴത്തക്ക തരത്തിൽ, എന്നാൽ അവരുടെ കാര്യം നടക്കുന്ന തരത്തിലേക്ക് ഏതെങ്കിലും ബാഹ്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സഹോദരനും സഹോദരിയുമായി ചില വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. തീർച്ചയായും അവിടെ വിനോദ്, ഇതിലേറ്റവും പ്രധാനം നമുക്കറിയാമല്ലോ, നമ്മൾ ഈ വാർത്താ ചാനലുകൾ അടക്കം പല വാർത്തകളും നൽകുമ്പോൾ പലതും നമുക്ക് തന്നെ മറച്ചു വെക്കേണ്ടതായി വരാറുണ്ട്. കാരണം ഇവിടെ തെറ്റ് ചെയ്തവർ ആര് എന്ന് കൃത്യമായി നമുക്കറിയാൻ സാധിക്കില്ല. അത് അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തുമ്പോൾ മാത്രമാണ്, കോടതിയിൽ വിചാരണ നടത്തി കുറ്റക്കാരൻ ആര് എന്നത് കണ്ടെത്തി ശിക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് അതിലൊരു സ്ഥിരീകരണം നൽകാൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, നിരപരാധികൾ ആയിട്ടുള്ളവരെ സാമൂഹ്യ വിചാരണയ്ക്ക് നേരിടുക, അതിനെ ആ നിലയിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുക, അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നവർ അല്ല. പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻപുട്ടുകൾ പോലും പ്രേക്ഷകരോട് വളരെ കൃത്യമായി പങ്കുവെക്കാൻ സാധിക്കാത്ത സാഹചര്യവും ഉണ്ടാകാറുണ്ട്. കാരണം ഈ പ്രതികളായിട്ടുള്ളവരുടെ കുടുംബം, അവരുടെ ബന്ധുക്കൾ, അച്ഛനമ്മമാർ, മക്കൾ, സഹോദരങ്ങൾ, ഇവർക്കെല്ലാം പിന്നീട് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ്. അവർ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തോടും നമുക്ക് യോജിപ്പില്ല. പക്ഷേ മാറുന്ന സാമൂഹിക അന്തരീക്ഷം ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ വിനോദ് പറഞ്ഞു തുടങ്ങിയത് അതിനെക്കുറിച്ചാണ്. ഒരു സഹോദരനും സഹോദരിയും തമ്മിലുണ്ടാകേണ്ട ആരോഗ്യപരമായ ഒരു ബന്ധമുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുന്നുവെങ്കിൽ അത് നമ്മുടെ സാമൂഹിക അവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റത്തിന്റെ പ്രതിഫലനമാണ്.
അതൊരു പരിധിവരെയെങ്കിലും പ്രേക്ഷകരെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കെല്ലാം ഇത്തരത്തിൽ സാമൂഹികമായ ചുറ്റുപാടുകളുണ്ട്. അവിടെ നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച്, സഹോദരിമാരെക്കുറിച്ചൊരു ജാഗ്രത എല്ലാവരും പുലർത്തേണ്ട സമയമാണ്. അതുകൊണ്ടുകൂടിയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കേണ്ടി വരുന്നത്. വിനോദ്, തീർച്ചയായും ആ നിലയ്ക്ക് തന്നെയാണ് അഭിലാഷ്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു പ്രതിയെ പിടികൂടി പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ പ്രതിയെ കണ്ടെത്തുക എന്നതാണ്. കുറ്റസമ്മത മൊഴിയുണ്ട്, പ്രതി റിമാൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസമാണ്, അല്ലെങ്കിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നാണ്. പക്ഷേ അവിടം കൊണ്ട് പോലീസ് അവസാനിപ്പിക്കുന്നില്ല. കാരണം ഈ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, യഥാർത്ഥ കുറ്റവാളി ഇതിന് പിന്നിൽ മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ദൗത്യം പോലീസ് നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ചില കാലതാമസം, ഈ കൊലപാതകം നടന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴും അന്വേഷണം ഇഴയുന്നു എന്ന തരത്തിലുള്ള ആരോപണം പോലീസ് നേരിടുന്നുണ്ട്. പക്ഷേ ഒരു വശത്ത് പോലീസിനെ സംബന്ധിച്ചുള്ള വെല്ലുവിളി എന്നത് ഈ ബുദ്ധിക്ക് പ്രശ്നമുള്ള അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ള പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. മാത്രമല്ല അത്ര കണ്ട് വേഗത്തിൽ ഒരുപക്ഷെ തിടുക്കത്തിൽ കാര്യങ്ങൾ ചെയ്താൽ അത് പിന്നീട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ 3-4 ദിവസം എന്നത് വലിയൊരു കാലതാമസമായി നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ തന്നെയും പോലീസ് ഒട്ടും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകും. ഔദ്യോഗിക ഭാഷ്യം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഒരുപക്ഷെ ഇന്ന് തന്നെ ചില സുപ്രധാന വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ പ്രധാനപ്പെട്ട മൊഴികൾ പുറത്തു വന്നിട്ടുണ്ട്. ജോൾസന്റെ മൊഴി, ജോൾസൻ ഈ മന്ത്രവാദമോ അല്ലെങ്കിൽ അങ്ങനെ അന്ധവിശ്വാസമോ ആണോ ഈ കൊലപാതകത്തിന് കാരണമായതെന്ന തരത്തിലുള്ള അന്വേഷണം. ഈ കുടുംബത്തിന് വലിയ അന്ധവിശ്വാസമുണ്ടായിരുന്നു. ഇവർ പല മന്ത്രവാദികളെയും കാണാൻ പോകുമായിരുന്നു, തമിഴ്നാട്ടിലടക്കം പോയിരുന്നു. പക്ഷേ ഇതിനകത്ത് മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ സെക്സും അതോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പും അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ വസ്തുതയുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. തീർച്ചയായും അതാണല്ലോ വിനോദ് വലിയ തോതിൽ കുഴപ്പിക്കുന്നത്. കാരണം ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ ഉണ്ടാകേണ്ട സംഭാഷണങ്ങളല്ല വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണല്ലോ വിവരം. എന്തിന് 2 മുറികളിൽ ഇരുന്നു കൊണ്ട് പരസ്പരം ഇങ്ങനെ വാട്സപ്പിലൂടെ ഒരേ വീട്ടിലെ 2 മുറികളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കണം, വീഡിയോ കോൾ ചെയ്യേണ്ടി വരുന്നു? ഇതൊക്കെ വലിയ തോതിൽ ദുരൂഹത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഒരു സഹോദര ബന്ധത്തിന് അപ്പുറത്തേക്ക് ഇവർക്ക് എങ്ങനെ ഇടപെടാൻ സാധിക്കുന്നു എന്നതൊക്കെ ഒരു പക്ഷേ പോലീസിന് പോലും ഞെട്ടലുണ്ടാക്കുന്നുണ്ടാകാം. ഇതേ പെൺകുട്ടി തന്നെ, അതായത് കുഞ്ഞിന്റെ മാതാവ് തന്നെ 15 വയസ്സുള്ളപ്പോൾ ഈ മറ്റൊരു യുവാവുമായി ഒളിച്ചോടുകയും 8 ദിവസത്തോളം മിസ്സിംഗ് ആയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് ആ യുവാവ് ആത്മഹത്യ ചെയ്യുന്ന നിലയുണ്ടായി, തൂങ്ങി മരിക്കുന്ന നിലയുണ്ടായി. അങ്ങനെ ഇവരുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ തന്നെ ആ തരത്തിലുള്ള ചില പ്രവണതകൾ, രീതികൾ ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് ഈ കൊലപാതകത്തിന്റെ കാരണമാണ് കണ്ടെത്തേണ്ടത്. അത് ഒരുപക്ഷെ നമുക്ക് ഈ ലൈംഗികതയുടെയൊക്കെ കാര്യം പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ? കാരണം ഒരു വിവാഹം കൂടി കഴിച്ചിരുന്നു, പക്ഷെ നാട്ടുകാർക്ക് പലർക്കും ഈ വിവരം അറിയില്ല എന്നതാണ് സത്യം. ജീവനക്കാരി ദേവസ്വം ബോർഡിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. പക്ഷേ സ്ഥിരം ജീവനക്കാരിയാണെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി പണം വാങ്ങുകയും ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങി എന്ന തരത്തിലുള്ള പരാതികൾ വരുന്നുണ്ട്. പലരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയത് നാട്ടുകാർ സ്ഥിരീകരിക്കുന്നുമുണ്ട്. പരിസരവാസികളായ പലരിൽ നിന്നും ഇത്തരത്തിൽ പണം വാങ്ങി എന്ന കാര്യം നാട്ടുകാരും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു സ്ത്രീ മാത്രം വിചാരിച്ചാൽ, ഒരു യുവതി മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ജോലി വാഗ്ദാനം നൽകാനും പണം തട്ടിക്കാനും കഴിയുമോ എന്നൊരു ചോദ്യമാണ് ഒരു വശത്ത് ഉയർന്നു വരുന്നത്. അവിടെയാണ് ഈ രണ്ടാമത്തെ വിവാഹം എന്ന കാര്യം. ജോൾസനോട് അത് പറയുന്നുണ്ട്. 6 മാസം മുൻപ് കണ്ടിരുന്നു, താൻ രണ്ടാമത് വിവാഹിതയായി, ആദ്യത്തെ വിവാഹം വേർപെടുത്തിയിട്ടില്ല എന്ന കാര്യമൊക്കെ ശ്രീതു പറയുന്നുണ്ട്. നാട്ടുകാർക്കാകട്ടെ ഈ വിവാഹത്തെക്കുറിച്ച് അറിയുന്നുമില്ല, അല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ടുമില്ല. അതിനർത്ഥം ഇതെല്ലാം തന്നെ വളരെ രഹസ്യമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇവർ മറ്റൊരു വാടക വീട്ടിലേക്ക് പോയെന്ന് പറയുന്നു. ഇവർ കാർ ഉപയോഗിക്കുന്നു. ഈ കാറിന്റെ ഉടമസ്ഥൻ ആരാണ്, അല്ലെങ്കിൽ ഇവർക്ക് കാർ വാങ്ങാൻ എവിടെ നിന്ന് പണം ലഭിച്ചു, തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഘടകങ്ങൾ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് എത്തിയോ? അത് ഈ അമ്മാവൻ മാത്രമായി ചെയ്ത കാര്യമാണോ, അല്ലെങ്കിൽ ബുദ്ധിക്ക് പ്രശ്നമുള്ള, മാനസിക നില തകരാറിലുള്ള അമ്മാവനെ കൊണ്ട് ആ ഒരു കുറ്റകൃത്യത്തിലേക്ക് എത്തിച്ചതാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് മറുപടി ലഭിക്കേണ്ടത്. സുപ്രധാനമായ ചില വിവരങ്ങൾ ഇന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അഭിലാഷ്, അതായത് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അമ്മാവൻ മാത്രം ആണോ പ്രതി? അതിനപ്പുറത്ത്
ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് പങ്കുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയരുമ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വ്യക്തത കൈവരുത്തേണ്ടതുണ്ട്. നാട്ടുകാരുടെ പ്രതികരണങ്ങൾക്കനുസരിച്ച് പോലീസിന് നീങ്ങുക എന്നത് സാധ്യമല്ല. തെളിവുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് അത് കൃത്യമായി കോടതിയിലേക്ക് എത്തിച്ചാൽ മാത്രമേ കണ്ടെത്തിയ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും പോലീസിന് സാധിക്കുകയുള്ളൂ. അങ്ങനെ കൃത്യമായ തരത്തിൽ തന്നെയാണ് പോലീസ് പോകുന്നത് എന്ന് വേണമല്ലോ ഇപ്പോൾ അനുമാനിക്കാൻ. കാരണം നാട്ടുകാർ പറയുന്നത് പോലെ അവരുടെ സാഹചര്യത്തിൽ അവർ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ വിനോദ്. ഇവിടെ കൃത്യമായി എന്തായിരുന്നു ഇതിന് കാരണം? ഇതിൽ അമ്മാവൻ മാത്രമല്ല പ്രതിയെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർ പ്രതികൾ ആക്കപ്പെടുന്നത്? അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയായിരിക്കുമല്ലോ ഇപ്പോൾ ഈ സമയമെടുക്കുന്നത്. അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനോദ്? തീർച്ചയായും അഭിലാഷ്, ഏതൊരു കേസിലായിരുന്നാലും സാഹചര്യ തെളിവുകൾക്കും മൊഴിക്കും അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവിനും വളരെ പ്രാധാന്യമുണ്ട്. ഈ മൊഴികൾ നിർണായകം തന്നെയാണ്. നാട്ടുകാർ നൽകുന്ന മൊഴികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൊഴികളുടെയോ അല്ലെങ്കിൽ മറ്റ് ചില സംശയങ്ങളുടെയോ പേരിൽ മാത്രം ഒരു കേസിന്റെ ഫൈൻഡിങ്ങിലേക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് ആ കേസിന്റെ അന്വേഷണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയില്ല. അവിടെ ശാസ്ത്രീയ തെളിവുകൾ വേണം. തീർച്ചയായും ഇവിടെ സൈബർ പോലീസിന്റെ, സൈബർ സെല്ലിന്റെയൊക്കെ വലിയ ഇടപെടൽ വേണം. ഫോറൻസിക്കിന്റെ ഇടപെടലുണ്ട്. ഇതെല്ലാം തന്നെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ്. വാട്സപ്പ് സന്ദേശങ്ങൾ എന്തായിരുന്നു, ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ കൈമാറിയിരുന്നത്, ഈ പ്രതിയായ ഹരിക്ക് എഴുതാനോ വായിക്കാനോ പോലും കൃത്യമായി അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ സന്ദേശങ്ങൾ പലതും വോയിസ് മെസ്സേജുകളായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ശ്രീധുവിന്റെ ഫോണിലാണെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്ത നിലയിലായിരുന്നു. ഹരിയുടെ ഫോണിൽ പല സന്ദേശങ്ങളും അതേപടി കിടക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി റൂമിലുണ്ട്, വാതിൽ തുറന്നു കിടക്കുന്നു തുടങ്ങിയ സന്ദേശങ്ങൾ പോലീസിന് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഒരാളുടെ ഫോണിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജോൾസന്റെ ഫോൺ അടക്കം പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫോൺ മിനിഞ്ഞാന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിൽ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട 35 ലക്ഷം രൂപ ജോൾസൻ ദേവിദാസന്, ശംഖുമുഖം ദേവിദാസന് നൽകിയെന്ന് ശ്രീധുവിന്റെ പരാതി ഉണ്ടായിരുന്നു. അത് രേഖാമൂലം കൊടുത്തിരുന്നില്ല. കൊലപാതകം നടക്കുന്നതിനും ഒരാഴ്ച മുൻപ് ബാലരാമപുരം സ്റ്റേഷനിലെത്തി ഒരു പരാതി അത് വാക്കാൽ പറഞ്ഞതാണ്. എങ്കിൽ കൂടിയും ഇപ്പോൾ ആ ഫോണും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അതിന്റെ ഫലം കൂടി വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ തിടുക്കത്തിൽ ഇതിലെ പ്രതികളുടെ എണ്ണം അല്ലെങ്കിൽ ഇതിന്റെ മോട്ടീവ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പ്രയാസമുണ്ട്. ചില കേസുകൾ പോലെയല്ല. കാരണം ഇതിൽ പിടിയിലായിട്ടുള്ള പ്രതിക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണ്. മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നില്ല, പലപ്പോഴും മൊഴി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള അമ്മൂമ്മ, ഈ രണ്ടാമത് വിവാഹം ചെയ്തു എന്ന് പറയുന്നയാൾ, കുട്ടിയുടെ അച്ഛൻ തുടങ്ങി പലരുടെയും മൊഴി വീണ്ടും വീണ്ടും രേഖപ്പെടുത്തേണ്ടി വരും. 2 ദിവസം മണിക്കൂറുകളോളം ജോൾസനെ ചോദ്യം ചെയ്തിരുന്നു. ഈ തരത്തിൽ പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അഭിലാഷ്, തീർച്ചയായും തിരുവനന്തപുരം ബാലരാമപുരത്തായിരുന്നു പിഞ്ചു കുഞ്ഞിനെ അമ്മാവൻ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. എന്തായിരുന്നു അതിന് കാരണം? സഹോദരിയുമായി ആരോഗ്യകരമല്ലാത്ത ഒരു ബന്ധം ഉണ്ടായിരുന്നു. സഹോദരിയുടെ പശ്ചാത്തലം എന്താണ്? ഈ മരണത്തിൽ സ്വന്തം അമ്മയ്ക്ക് പങ്കുണ്ടോ? ഇങ്ങനെയുള്ള നിരവധിയായ സംശയങ്ങളും ചോദ്യങ്ങളും ആണ് ഓരോ മലയാളിയും സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ